ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഹരേ ഗുരുവായൂരപ്പ ശരണം ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശംഖമുനീന്ദ്രനെ വന്ദനം ചെയ്തവൻ ശംഖ തീർന്നിടുവാൻ ചോദിച്ചു. പിന്നെയും വൈകുണ്ഠമൂർത്തിയെ ചിന്തിച്ചു. ധർമ്മങ്ങൾ ബോധേന ചെയ്യുന്നു കേട്ടു ധരിച്ചു ഞാൻ. എങ്ങനെ വിഷ്ണുവെന്നും ഹരിലക്ഷണമെങ്ങനെ പിന്നെ പ്രമാണമെന്നുള്ളതും മംഗലമാരാൽ അറിയുമെന്നും തഥാ. എങ്ങനെ മാധവ ധർമ്മമെന്നുള്ളതും തൽപ്രീതിയുമരുൾ ചെയ്തു കേട്ടിടുവാൻ ഉൾപ്പൂവിലാശ വളർന്നുകൂടി മമ. എന്നതു കേട്ടു മുനീവരൻ മാധവൻ തന്നെ വണങ്ങിപ്പറഞ്ഞു തുടങ്ങിനാൻ. ബ്രഹ്മാദിശുദ്ധ മുനീവരന്മാരാലും ചെമ്മേ അറിഞ്ഞുകൂടാ മധുവൈരിയെ. പൂർണ്ണ ഗുണങ്ങളും സമ്പൂർണ്ണ ശക്തിയും പുണ്ടരീകാക്ഷങ്കലെന്നു ചൊല്ലും ജനം. നിർഗുണനീശ്വരൻ നിശ്ചലൻ നിർമ്മലൻ നിഷ്കളൻ സച്ചിദാനന്ദരൂപൻ പരൻ. വിശ്വഞ്ചരാചര താപസ സഞ്ജയ സ്വാശ്രയം സ്വാധീനമല്ലോ വശേ സ്ഥിതം. ചൊല്ലുവാനാദി നാരായണൻ തന്നുടെ ചൊല്ലുള്ള ലക്ഷണഭേദം ധരിക്കനീ. ഉൽപ്പത്തിയും സ്ഥിതി സംഹാരമാവൃത്തി തൽപ്രകാശം നിയമം ബന്ധുമോക്ഷവും വൃത്തികളാറുമീ വണ്ണം ധരിക്കടോ. നിത്യമീ ബ്രഹ്മമെന്നത്രേ പറയുന്നു. ബ്രഹ്മനും വിപ്രനും വേദത്തിനും തഥാ ബ്രഹ്മശബ്ദോപവാദം ഭവിച്ചിടുന്നു. സാക്ഷാൽ പരബ്രഹ്മമാകുന്നതോ വിഷ്ണു. സാക്ഷിയാകുന്നവൻ സർവവിശ്വങ്ങൾക്കും അന്യദേവന്മാർക്കും അംശമോരോന്നുണ്ട്. ധന്യശാസ്ത്രങ്ങളാൽ ബ്രഹ്മമറിയുന്നു. വേദസ്മൃതി പുരാണേതിഹാസാദിയാം വേദസാരം പഞ്ചരാത്രാഗമം പിന്നെ ശ്രീഭാരതാദിയാം ശാസ്ത്രങ്ങളെ കൊണ്ടു ശ്രീവരി തന്നെയും ഒട്ടറിയാം സഖേ. വേദാന്തമൊഴിഞ്ഞാരും അറിവീല വേദസ്വരൂപനായിടുന്ന നാഥനെ. ഇന്ദ്രിയ ഗ്രാമാനുമാനങ്ങളെ കൊണ്ടു ഇന്ദിരേശമറിയുന്നതല്ലാരുമേ. നാനാവതാര ഗുണകഥാജാലങ്ങൾ മാനസത്താലറിഞ്ഞുള്ള മഹാജനം. തദ്വശവൃത്തികൾ മെല്ലെ ക്രമത്തിനാൽ ഉത്തമന്മാരായി ഭവിക്കുമറികനീ. നാഥമഹാത്മ്യമതിശയ ഭേദവും സാദരം കേൾക്ക കിരാത മഹാമതേ. ദേവമുനിപിതൃ ജന്തുക്കളിൽ ഓരോ കേവലം ഏകൈക ശക്തിസ്ഥിതമായി ആഗമനാദ്യാനു മാനങ്ങളെ കൊണ്ടുമാകിലോ സാക്ഷാലറിവാൻ ഉര ചെയ്യാം. ബോധം സുഖം ബലമിത്യാദി സർവവും ആദൗ നരോത്തമനാൽ നൃപനോർക്കനി. പിന്നെ നരനാൽ ശതഗുണം ധൂപനു ചൊന്നവയെല്ലാം ശതഗുണം ധൂപനാൽ. ധന്യരാം മാനുഷ ഗന്ധർവന്മാർക്കെടോ മർത്യഗന്ധർവനാൽ 100 ഗുണമേറും. ഉത്തമരാം മനുജന്മാർക്കു സർവവും കർമ്മജ്ഞതത്വാഭിമാനി ദേവൻ തഥാ. നിർമ്മല വിപ്രമുനി വന്യമാർത്താണ്ഡ ഭൂയോ ഗുരുപ്രാണ ഇന്ദ്ര ശിവ ശംഭു
ഭൂയോ വിബുദ്ധിയാകും മഹാമായയും തസ്മാൽ ഗതഗുണിയും മഹാപ്രാണനും വിസ്മയപ്രാണിപാരം കിഞ്ചിലില്ലടോ സർവപ്രതിഷ്ഠിതം പ്രാണങ്കലാകുന്നു. സർവവും വിശ്വവും പ്രാണാൽ ജനിക്കുന്നു പ്രാണാത്മകം ജഗൽ പ്രാണസംരോധത കാണിടോ സൂത്രം കണക്കെ നിന്നിടുന്നു ലക്ഷ്മീ കടാക്ഷമതേ ബലം ജീവനു ലക്ഷ്മീ മുകുന്ദാനുകമ്പ ബലാന്വിതം കശ്ചിൽ പൂമാൻ വിഷ്ണു തുല്യനായില്ലവോ നിശ്ചയം പിന്നെ നിരൂപിക്ക വേണമോ തന്മൊഴി ഇങ്ങനെ കേട്ടു കിരാതനും നന്മയിൽ ചോദിച്ചുകൊണ്ടാൻ മുനിയോടു ചൊൽക്കൊണ്ട സർവദേവന്മാരാൽ എങ്ങനെ മുഖ്യത മാരുതനെന്നു കേൾപ്പിക്കണം. മുഖ്യനാം മാമുനി അപ്പോൾ അരുൾ ചെയ്തു കേൾക്കനിയെങ്കിലതിൻ പ്രകാരം സഖേ സർവജ്ഞനായ നാരായണൻ പണ്ടെടോ സർവജഗത്തെയും സൃഷ്ടിച്ചുകൊണ്ടവൻ നാനാജനത്തിനും നായകൻ നാൻമുഖൻ നൂനമരുൾ ചെയ്തു മാനവനിങ്ങനെ പിന്നെ സമസ്ത സുരരോടരുൾ ചെയ്തു മന്ദസ്മിതം ചെയ്തു മാനവനാദരാൽ യുഷ്മാസു ശക്തിയുപാധിപനാകേണം ഭീഷ്മനാകുന്നതാരെന്നതു ചിന്തിച്ചു ചൊല്ലേണമെന്നതു കേട്ടു സുജനമെല്ലാവരും ഒത്തുചൊന്നാർ പലതരം സൂര്യനെന്നും ചിലർ ശുക്രനെന്നും ചിലർ സൂര്യജൻ കാലനെന്നും ചിലർ ചൊല്ലിനാർ സർവഗുണസ്ഥിത ശക്തനാരെന്നതു സർവദേവന്മാർക്കറിഞ്ഞുകൂടായികയാൽ മംഗലദേവതാനാഥൻ ഉണർത്തിച്ചു ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നു കൂപ്പിനാർ. ദിവ്യരാം നിങ്ങളിക്കായത്തിൽ നിന്നുടൻ വെവ്വേറെ വാങ്ങുവിൻ എന്നാൽ അറിഞ്ഞിടാം യാതൊരുത്തൻ വാങ്ങിയാൽ ഈ ശരീരവും സ്വാധീനമല്ലാതെ കാണാമതു നേരം. നിശ്ചയിക്കാമെന്നരുൾ ചെയ്ത നേരത്തു സമീരന്മാർ ഗമിച്ചിടിനാർ വെവ്വേറെ പ്രാണനൊഴിച്ചതു ശരീരവും വീണിതു നിശ്ചേഷ്ട കാഷ്ടസമാനമായി അന്നേരം എല്ലാവരും ഗ്രഹിച്ചിടിനാർ മാന്യനായുള്ളവൻ മാരുതൻ താനെന്നു ദേവകളിൽ യുവരാജൻ സദാഗതിയേവമരുൾ ചെയ്തു മന്ദസ്മിതാന്വിതം നിങ്ങളും മുന്നേതുപോലെ അകമ്പുക്ക എന്നതു കേട്ടു ശരീരം പ്രവേശിച്ചു പ്രാണപ്രവേശ കാലത്തെഴുന്നീറ്റിതു പ്രാണനതുമൂലം വിഖ്യാതനായിതു വിംശധ്യായവുമീരിതമായിതു ആശയാ കേൾക്കനീ ശേഷമശേഷവും. ഇതി വൈശാഖമാഹാത്മ്യേ വിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.